ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. മൂടൽമഞ്ഞ് റോഡ്, വ്യോമ, റെയിൽ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞിനെ തുടർന്ന് കാഴ്ചപരിധി പലയിടങ്ങളിലും പൂജ്യത്തിലെത്തിയിരുന്നു. ട്രെയിനുകളും വിമാന സർവീസുകളും വൈകുന്നേരം യാത്രക്കാരെ വലച്ചു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ വൈകി. ഉത്തരേന്ത്യയിൽ ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. പേരുകളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അതിശൈത്യം ട്രെയിനുകളെ, വിമാനങ്ങളെ, അങ്ങനെ പൊതുഗതാഗതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തെ വളരെ ദുസ്സഹമായി തന്നെയാണോ ഈ ശൈത്യം ബാധിച്ചു കഴിഞ്ഞത്? സുരേഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന അതിശൈത്യവും മൂടൽമഞ്ഞും ഇന്നും ഡൽഹി ജനങ്ങളുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചു. ഡൽഹി മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഗതാഗത മേഖലയെ ആകെ താറുമാറാക്കി എന്ന് വേണം പറയുവാൻ. പ്രത്യേകിച്ച് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടതും അതേപോലെ തന്നെ ഡൽഹിക്ക് വരുന്നതുമായ വിമാനങ്ങൾ ഇനിയും വൈകുകയാണ്. മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെടലാണേലും അതേപോലെ തന്നെ വിമാനങ്ങൾ എത്തുന്നതാണേലും. ഇപ്പോൾ മൂടൽമഞ്ഞ് കാരണം പലയിടത്തേക്കും വിമാനങ്ങൾ മറ്റ് പലയിടത്തേക്കും തിരിച്ചുവിടുന്നത് സംബന്ധിച്ചും എയർ ട്രാഫിക് കൺട്രോൾ ആലോചിക്കുകയാണ്. അതേപോലെ തന്നെ റെയിൽ ഗതാഗതത്തെയും കാര്യമായി തന്നെ ബാധിച്ചു. 7 മണിക്കൂർ 8 മണിക്കൂറിലധികം ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേപോലെ തന്നെ റോഡ് ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു. ദീർഘദൂര ബസ്സുകളടക്കം ഇപ്പോൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞിന്റെയും അതേപോലെ തന്നെ അതിശൈത്യത്തിന്റെയും കാഠിന്യം കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡൽഹിയിൽ ഈ മൂടൽമഞ്ഞ് മൂലം പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, അതിശൈത്യം മൂലം ഈ ജനങ്ങൾ ഈ വീടുകൾക്കുള്ളിലും അതേപോലെ തന്നെ ടെന്റുകൾക്കുള്ളിലും മറ്റും കൽക്കരി കത്തിച്ചു വെച്ചുണ്ടാകുന്ന അപകടങ്ങളും ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലും തീപിടുത്തമടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിശൈത്യത്തെ നേരിടുവാൻ വേണ്ടി ജനങ്ങൾ ഇത്തരത്തിൽ വിറകുകളും അതേപോലെ തന്നെ കൽക്കരിക്കട്ടകളും മറ്റും കൂട്ടിയിട്ട് കത്തിക്കുന്ന അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പല രീതിയിലും ജനങ്ങളെ അതിശൈത്യവും അതേപോലെ തന്നെ മൂടൽമഞ്ഞും ഒക്കെ തന്നെ കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് കുറയുമെന്നുള്ള ഒരു നിരീക്ഷണവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.